പോട്ടാണ് സത്യത്തിന്റെ പുറകെ. എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, കല്യാണത്തിന് നേരത്തെ കാലത്ത് എത്തണട്ടാ. അത് പിന്നെ പറയണോടാ മുജി, എത്ര കാലായടാ പകലൊരു കല്യാണം കൂടിയിട്ട്. ഈ കാക്കക്കൂട്ടത്തെ പേടിച്ച് ഒറ്റൊരുത്തരും വിളിക്കൂലായിരുന്നു. അമ്പൂട്ടി ഈ വരണട്ടാ. അല്ലടോ, എനിക്ക് ഈ കൊടി ഒഴിവാക്കാനായില്ല. സത്യം പറയാലോ മുക്രി, ഈ കാക്കക്കൂട്ടവും ബഹളവും ഇല്ലാണ്ടായപ്പോ വല്ലാത്തൊരു ഒറ്റപ്പെടല്. പിന്നെ ഏക ആശ്വാസം ഈ കൊടിയും അമ്പൂട്ടിയാ. എന്നാ പോട്ടെ. ഫാത്തിമ, ഫാത്തിമ, എന്ത് എന്റെ അടുത്ത് വരണ്ടാന്ന് പുതിയ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പുതിയ ആര്? ഇതിൻ്റെ അടിയൊക്കെ കയ്യാറായല്ലോ. എനക്കെന്തെങ്കിലും ബിംബിഷ്ടമുണ്ടോ? വിമ്മിഷ്ടോ? എന്ത് വിമ്മിഷ്ടം? അതല്ല വീട്. ഈ മാനാരാ വരച്ചത്? മാൻ അബിയ ആയിരിക്കും, എനിക്കറിഞ്ഞൂടാ. എന്തിനാ ഫാത്തിമ എന്നോട് നുണ പറയുന്നത്? ഇതാരായി ആണുമാൻ? ഈ ആണുമാൻ ഞാനാ? എനിക്കറിഞ്ഞൂടാ. ഞാനല്ലേ? ഈ ഓനോട് പോയി പറ, ഇവിടെ വലിയ കലാപ്രവർത്തനം ഒന്നും വേണ്ടാന്ന്. വല്ല പച്ചയേശം പൊടിച്ചിട്ട് വീട്ടിൽ പോയിക്കൊള്ളാൻ പറയും. ആ വണ്ടി എവിടെ എടുക്കണേ? നമ്മുടെ ഇലിയാസിന്റെ പറമ്പില്. എന്നാ ഈ ഇവനെയും കൂട്ടി ചെന്ന് നോക്ക്, ഒരു വണ്ടിപ്പണിയൊക്കെ അറിയാന്ന്. വണ്ടിപ്പണിയോ? ആ ഓനാ? ഞാൻ ഓട്ടോമൊബൈലൊക്കെ പഠിച്ചെടുക്ക. കുറച്ചേരം ആ ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. AC-ന്റെ പണി അറിയാം. എന്നാ ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഇടറാ, ഞങ്ങളൊക്കെ അവിടെ കിടന്ന് ഇടങ്ങാറാവാണ്. ഇല്ലടാ ഓ ഈ പെരുമാനിയോട് കൂടിക്കോ. എന്തേ വരി. ഈ വലിയ കലാകാരനാണല്ലേ? എന്തൊക്കാ? ഈ വലിയ കലാകാരനാണല്ലേന്ന്? ഹേയ്, അങ്ങനൊന്നുമില്ല. എന്റെ മാന്റെ പടം നമ്മള് കണ്ട്. അത് വെറുതെ രസത്തിന്. എനിക്കത് അത്ര രസമായിട്ട് തോന്നിയില്ല. എന്തൊക്കാ? എന്റെ പടേ മാന്റെ അതവിടെ വേണ്ട, മനസ്സിലായോ? എന്നാ ഞാൻ ആ മാന്റെ പടം മാറ്റിട്ട് ഒരു കരടി വരച്ചാലോ? എന്തൊക്കാ? ഇറങ്ങി പോവാ. ഇറങ്ങി. എന്താ ഉദ്ദേശിച്ചത്? എന്തൊക്കാ? വാ പോവാ. മോനെ, നിനക്ക് നിന്നെ പോലെ വലിയ കഴിവൊന്നുമില്ല. പാട്ടുപാടി മാന്റെ പറക്കാനോ മാന്റെ കൊമ്പ് പറക്കാനോ ഒന്നും എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം നീ വന്ന് പാട്ടുപാടി മാന്റെ വരച്ച് എന്റെ പെണ്ണിന്റെ മുമ്പിൽ വലിയ ആളാകാനാ ഉദ്ദേശമെങ്കിലേ അത് നമ്മളെ സമ്മതിക്കൂല. ഇക്കാക്ക് സംശയരോഗാണ്.